Love in the air, love in the air, love in the air. ഫുഡോ അവനോ? എന്നിട്ട് കാക്ക മലർന്നു പറഞ്ഞോ? നീ പറഞ്ഞ പോലൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് നല്ല ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. എടാ ഇതൊന്നും അല്ല അവൻ, എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണോ? I'm sorry. മറ്റാണെ തലയിട്ട് കാശി എന്തിനാ നിന്നോട് സോറി പറഞ്ഞേ? ആവോ മഞ്ചത്തി പെണ്ണെ ഉണ്ണിമായേ ഉണ്ണിമായേ കോയ് പോടാ പട്ടി. കിട്ടിയോ? കിട്ടി ബോധിച്ചു. ഈ മലരനെ കൊണ്ട് തോറ്റല്ലോ. ഈ പെമ്പിള്ളേർക്ക് എന്താണ് ഗിറ്റാറിനോട് ഇത്ര ആർത്തി? അവളന്മാർക്ക് നമ്മൾ ഒഴികെ എല്ലാത്തിനോടും ആർത്തിയാണ്. അതാടാ പച്ചക്കുതിര പോടും. അവനൊരു പഠിപ്പിയാണെന്ന് തോന്നുന്നു. ഒന്ന് റാഗ് ചെയ്ത് വിട്ടാലോ? ഡാ ഇവിടെ വാ. നിനക്ക് ലഡുവിന്റെ ഗുണം അറിയോ? ഇല്ല. ഡനിലെ ഒരു ലഡു ലഡു, 2 ലഡു ലഡു ലഡു, 3 ലഡു 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 ലഡു. പറ 10 വരെ പറ. അത് ശരി, എളുപ്പമുള്ളതായിക്കോട്ടെ. ഒരു മിണ്ടാപ്പൂച്ച അല്ലേന്ന് കരുതിയപ്പോ നീ ഞങ്ങൾ ആക്കുന്നോടാ? പറ. വേണ്ടടാ, ഇനിയവൻ പറയണ്ട. ഡി ഇവിടെ വാ. ഫസ്റ്റ് ഇയർ ആണോ? നീ ഇവിടെ കിസ് ചേട്ടാ പ്ലീസ്. മോളെ പേടിക്കണ്ട, ഇവനൊരു പാവത്താനാ. ഒരു കുഞ്ഞു വാവ ഉമ്മ വെച്ചു എന്ന് കരുതിയാ മതി. അവൻ മിണ്ടാണ്ട് നിൽക്കുന്ന നോക്ക്. ഉള്ളില് സന്തോഷായിരിക്കടാ. ഈ ഇന്നസെൻസ് ഒക്കെ ഇവന്റെ അഭിനയല്ലേ? എന്താടാ നിന്റെ ടേസ്റ്റ് അല്ലേ? ഇനി ആന്റി ലവർ ആണോ നീ? കുട്ടി പൊക്കോ. പറയടാ നിന്റെ ടേസ്റ്റ് പറ. കല്യാണം കഴിഞ്ഞവരോടാണോ നിനക്ക് താല്പര്യം? ചിലപ്പോ ഇവൻ രാത്രി സേവയ്ക്ക് പോകുന്നുണ്ടാവൂടാ. മതിയടാ നിർത്ത്. പോടാ അവൻ പറയട്ടെ. പറയടാ എങ്ങനത്തെ തള്ളമാരെയാടാ നിനക്ക് വേണ്ടേ? സത്യം പറയണം, നീ ആരാടി ഞാൻ വിളിച്ചു കേട്ടുന്നേ? നിന്റെ കൂടെ കിടക്കാൻ ഏതോമാരടി? ജേടാ പറയടാ. നിന്നെ ഞങ്ങൾ എടുത്തോളടാ കഴിവേറി. വാടാ. നിങ്ങളും മൂന്നും വലിയ തലവേദനയാണല്ലോ. നിന്റെ തന്തയുടെ പേര് ഉമ്മച്ചെന്നാണോടാ? അല്ല. പിന്നെ നീ ആരാടാ പിള്ളേരെ തമ്മിൽ ഉമ്മ വെപ്പിക്കാൻ? കേസ് കൊടുക്കേട്ടടാ, 3 ജയിലിൽ കിടക്കും. സാറേ ഞങ്ങൾ ആദ്യം അവനോട് ലഡുവിന്റെ ഗുണപട്ടിക പറയാൻ പറഞ്ഞേ. അവനത് പറയാത്തോണ്ട് ഉമ്മ വെക്കാൻ പറഞ്ഞേ. ലഡുവിന്റെ ഗുണപട്ടിക? നീ 8ന്റെ ഗുണപട്ടിക പറയടാ. 1 8 2 16 3 26. ഹാ അവനൊക്കെ റാഗിങ്ങിന് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ ജേഡന് 10 ദിവസം സമയം കൊടുക്കും. അതിനുള്ളിൽ അവൻ കംപ്ലൈന്റ് തന്ന നീയൊക്കെ അകത്താ. സാർ ഇത്ര ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഫിസിക്കലായിട്ടൊന്നും ഉപദ്രവിച്ചില്ലല്ലോ. മെന്റലി അബ്യൂസ് ചെയ്താലും മതി കേസാവൻ. 3 ചെല്ല്. നീ ഇതിന്റെയൊക്കെ പുറകിലെന്ന് ഞങ്ങൾക്ക് അറിയാടാ പട്ടി. അവൻ എങ്ങാനും കംപ്ലൈന്റ് ചെയ്ത ഞങ്ങൾ ആരാന്ന് അവനോട് പറഞ്ഞേക്കേ. ഗിറ്റാറിസ്റ്റ് ഒന്നും ഒറ്റയ്ക്കാണല്ലോ. മറ്റവൻ വന്നില്ലേ? വാ. ഡാ മറ്റവനവിടെ? ലീവാ. എന്ത് ഞങ്ങളെ പേടിച്ചിട്ട് വരാത്തയാണോ? അവന് സുഖല്ല. എന്ത് പറ്റി? നൺ ഓഫ് യുവർ ബിസിനസ്. ഡാ നീ വാ, ഒരു കേസ് പെടലേക്ക് ഇരിക്കോ.
എനിക്കറിയായിരുന്നു, ഞാൻ ഫസ്റ്റ് ഇയറിലെ പറഞ്ഞതല്ലേ. റിയ ഒന്നുകൂടെ വാ. എന്താ കാശിയേട്ടാ? നിനക്ക് മാത്യുവിന്റെ വീട് എവിടെയാണെന്ന് അറിയോ? എനിക്കോ? നിനക്ക് അവനെ ഇഷ്ടാന്ന് ഇവിടെ അവൻ ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. പറ, അവന്റെ വീട് എവിടെയാ? പറയാം. ഹായ്. അകത്തോട്ട് വരാലോ അല്ലേ? കൊള്ളാം. മാത്യു എവിടെ? കോളേജില്. പിന്നെങ്ങനാ വന്നേ? കാറിന്. വഴി എങ്ങനെ അറിയാം? അതൊക്കെ അറിഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ നോക്കി പീഡിപ്പിക്കുന്നേ? കഴിഞ്ഞ ദിവസം കണ്ട പാവത്താനൊന്നും അല്ലല്ലോ. എന്തിനാ വന്നേ? ആക്ച്വലി ഇന്നെന്താ കോളേജിൽ വരാത്തെ? നൺ ഓഫ് യുവർ ബിസിനസ്. ഹോ, അപ്പൊ നാക്ക് അനങ്ങൊക്കെ ചെയ്യും. ആക്ച്വലി ഐ എം സോറി. ജസ്റ്റ് ഐ സെഡ് സോറി മാൻ. ഞാൻ ആരോടും സോറി പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ സോറി പറഞ്ഞത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തിനാ സോറി പറഞ്ഞേ? ഞാൻ നിന്നോടല്ല, അവനോടാ പറഞ്ഞേ. എന്റെ മുഖത്ത് നോക്കിട്ടോ. ഏയ്, നീ ആര്? അന്യനോ? കോളേജിൽ അമ്പി, ഇവിടെ അന്യൻ. എന്തിനാ വന്നേ? ഇന്നലെ അവര് പറഞ്ഞത് കുറച്ചു കൂടിപ്പോയി. നീ ഇന്നലെ കരഞ്ഞതും ഇന്ന് കോളേജിൽ വരാത്തതും കൂടി കൂട്ടി വായിച്ചപ്പോ നീ പേടിച്ചിട്ടാ വരാത്തേന്ന് കരുതി. ഓക്കെ, നൗ ലീവ്. ഡേയ്, യാർഡാ നീ? കോളേജിലപ്പ ആക്ടിങ് ആണല്ലേ? അന്ന് എന്റെ വീട്ടിൽ വന്നപ്പോ ബാഗും കെട്ടിപ്പിടിച്ച് മൂലയ്ക്ക് നിന്നവനാ. അത് നിന്റെ വീട്, ഇതെന്റെ വീട്. നീയാ? മാത്യു വരെ എന്നെ ഏട്ടാന്നാ വിളിക്കാം. കാശി, ഐ എം ഇൻ എ ബാഡ് മൂഡ്, പ്ലീസ് ലീവ്. ആനോ നീ ഇന്ന് കോളേജിൽ വരാത്തതിന്റെ കാരണം അതാന്ന് എനിക്കറിയാം. സോ നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി സംസാരിക്കാം. വേണ്ട, എവിടെ വേണേലും പോവാ. വെയിലിന്റെ ചൂട് പോയ സ്ഥിതിക്ക് ബീച്ചിൽ പോവാ. വേണ്ട. പിന്നെ നിനക്ക് എവിടെ പോവാനാ ഇഷ്ടം? എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനാ ഇഷ്ടം. ശരി, എന്നാ ഇവിടെ ഇരിക്കാം. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാ ഇഷ്ടം. അറ്റ്ലീസ്റ്റ് എന്റെ സോറി എങ്കിലും ഓക്കെ ആണോ പറ. നോട്ട് ഓക്കെ, സീറോ ഇമോഷൻ, ഹൈ ആറ്റിറ്റ്യൂഡ്. വാട്ട് ആറ്റിറ്റ്യൂഡ്? മീ? അപ്പൊ നീ കാണിക്കുന്നതോ? എനിക്കിഷ്ടമല്ല ഇമാതിരി ഇൻട്രോവേർട്ടുകളെ. ഇവൻ എവിടുത്തെ ഇൻട്രോവേർട്ടാ? കാശിയേട്ടൻ, നീ അവനോട് പറഞ്ഞേക്ക് എനിക്ക് ഉത്തരം മുട്ടിയിട്ടല്ല ഞാൻ പോകുന്നേന്ന്. കാശി ഇങ്ങോട്ട് വന്നോ? കാശിയോ? നീ അവനെ ഏട്ടാന്ന് വിളിക്കാന്നാണല്ലോ അവൻ പറഞ്ഞേ. അത് നേരിട്ടല്ലേ? അല്ല, അവനെന്താ വന്നേ? എനിക്കറിയില്ല. നീ അവനോട് ചൂടായോ? ആയി. അല്ലേലേ പ്രാന്തെടുത്തിരിക്കാം. അതിനിടയിൽ വന്നാ പിന്നെ ദേഷ്യം വരില്ലേ? എത്ര പ്രാന്തെടുത്തിരിക്കുവാണെങ്കിലും നീ നിന്റെ ഇമോഷൻസ് അങ്ങനെ എല്ലാവരുടെ അടുത്തും കാണിക്കാറില്ലല്ലോ. യു ആർ ഫീലിംഗ് കംഫർട്ടബിൾ വിത്ത് ഹിം, റൈറ്റ്? നോട്ട് അറ്റ് ഓൾ. ഹീസ് ദ ബെസ്റ്റ്. ഓക്കെ ദെൻ. കംപ്ലൈന്റ് കൊടുക്കണ്ടോ? ആലോചിക്കട്ടെ. ആയിക്കോട്ടെ. അമ്പി വന്നോ? ഹായ് കാശിയേട്ടാ. ഹായ്. എന്താ ഇവിടെ? ആരെങ്കിലും സെറ്റാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണോ? എന്നാ എനിക്കൊന്ന് സെറ്റാക്കി താടി. കാശിയേട്ടാ, ഞാൻ പോട്ടെ. ഇവൾക്കെന്താ എന്നെ അയിത്തോ? വീട് വാ പോവാം. ഡെന്നിൽ വന്നോ? ഗ്രൗണ്ടിലുണ്ട്, വാ. ഞാനിപ്പോ വരാം. എങ്ങോട്ടാ? ടോയ്ലറ്റിലോട്ടാണെങ്കിൽ ഞാനുണ്ട്. നോ, ഞാനൊരു കൊച്ചിനെ കാണാനാ. കൊച്ചാ? അതൊക്കെ എപ്പോ? D2 റിയ. നീയല്ലേ കഴിഞ്ഞ വർഷം അവൾക്ക് ഗ്ലാമർ പോരാ പറഞ്ഞേ? ഒരു വർഷം കൊണ്ട് ലുക്ക് കൂടിയില്ലേ? ഞാൻ പോയിട്ട് വരാം. ഞങ്ങളും വരാടാ. ഉയ്യോ വേണ്ട, രാവിലെ ഒരുത്തം പേടിപ്പിച്ച് വിട്ടേ ഉള്ളൂ. ആര്, നീയോ? എന്തിനാടാ ചെറുക്കം പാവം. 3 വർഷം കൊണ്ട് നോക്കി നടക്കാം. അവനൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ. എന്റെ പൊന്നോ, ഞാനിനി ആ ഭാഗത്തോട്ടേ പോണില്ല. റിയ, ഇന്റർവെൽ ആണല്ലേ? അതെ. ക്ലാസ് ഒക്കെ നന്നായി പോണു. എന്താ ഏട്ടാ? ഒന്നുമില്ല. എന്നാ ഞാൻ പോട്ടെ. നിക്ക്, വേറെ വീടെവിടെയാ? കാശ് റിയെ വളയ്ക്കാനുള്ള പ്ലാനാണ് തോന്നുന്നു. ഏട്ടന് കോങ്കണ്ണുണ്ടോ?
ഇല്ല. കൃഷ്ണമണി ഇടയ്ക്ക് മറിഞ്ഞു പോകുന്ന പോലെ. അത് ഞാൻ എക്സസൈസ് ചെയ്യുന്നതാ. ഐ മസിൽസിന് വേണ്ടി ചെയ്യാറില്ലേ? ഇല്ല. ചെയ്തു നോക്ക്, നല്ലതാ. ഞാൻ എന്നാ പോട്ടെ. അല്ല, എന്തിനാ വന്നേ? ഞാൻ ഇങ്ങോട്ടല്ല, അങ്ങോട്ടാ. ഓക്കെ, ബൈ. Love in the air, love in the air. ഡീഡി, എന്താണ്? ഏയ് പോടി, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒന്ന് പോടി. എന്റെ ചെറുക്കൻ അതാണ്ട് അവിടെ. ഉണ്ടാ, ഞാൻ ആ മാത്യുവിനെ കണ്ട് അവൻ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ടോ ചോദിച്ചിട്ട് വരാം. അയ്യേ, നമ്മുടെ വില കളയല്ലേ. അവൻ അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഒന്ന് പോടാ, എങ്ങാനും കൊടുത്ത എന്റെ തന്ത എന്നെ കൊല്ലും. നിങ്ങളും വിട്ടോ, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഇവൻ എന്തിനെങ്ങനെ പേടിക്കുന്നേ? ആ പച്ചക്കുതിരയ്ക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. അവനില്ല, പക്ഷെ മാത്യുവിനുണ്ട്. ആ, അതുണ്ട്. മാത്യു, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞോ. ഇപ്പൊ വേണ്ട, നീ ഇവനെ വീട്ടിലാക്കിയിട്ട് ബീച്ച് റോഡിലോട്ട് വരുമോ? അല്ല, എന്താ കാര്യം? സീനൊന്നുമില്ല. നീ ഇവനെ വീട്ടിലാക്കിയിട്ട് വാ, ഞാൻ ബീച്ച് റോഡിൽ ഉണ്ടാവും. അല്ലേട്ടാ, അത് വേഗം പറഞ്ഞേ. എന്തിനായിരിക്കും? അവന്മാര് പറഞ്ഞിട്ടാണോ? എന്നാ പോണ്ട. പക്ഷെ കാശി എന്തായാലും പോയി നോക്കാം. അവന്മാരുണ്ടെങ്കിൽ അപ്പൊ തന്നെ തിരിച്ചു പോന്നേക്ക്. വാ, വീട്ടിൽ പോ. കാശിയേട്ടാ, അവനെ കൊണ്ടാക്കിയോ? എന്താ കാര്യം? വേറൊന്നുമല്ല. സത്യത്തിൽ നിന്റെ ഫ്രണ്ട് സൈലന്റ് ആണോ വയലന്റ് ആണോ? ഇന്നലത്തെ ഇഷ്യൂ ആണോ? അതന്നെ. അവൻ മെന്റൽ എങ്ങാനാണോ? അല്ല പിന്നെ. കോളേജിൽ എന്തൊരു ഇന്നസെന്റാ. ഇന്നലെ വീട്ടിൽ എന്തായിരുന്നു? ആരാണവൻ? എന്നെ നീന്ന് വരെ വിളിച്ചു. അവന്റെ പാരന്റ്സ് സെപ്പറേറ്റഡ് ആണ്. അവന് 14 വയസ്സുള്ളപ്പോ അവർ ഡിവോഴ്സായി. അവന്റെ അച്ഛന് സംശയരോഗമായിരുന്നു. എന്നും അടിയും വഴക്കും ഒച്ചപ്പാടും. അവന്റെ മനസ്സ് ചത്തുപോയി. അവിടുന്ന് ഡിവോഴ്സ് ആയപ്പോഴാ അവൻ സമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങി. മിനിങ്ങാമത്തെ നിങ്ങളുടെ റാഗിങ് അവനെന്റെ പാസ്റ്റ് ഡേയ്സ് ഓർമ്മ വന്നു. ഞാനല്ല, അവരാ. ആരാണെങ്കിലും. അത് കഴിഞ്ഞു. നോ, ഹീസ് ഓക്കെ. എനിക്ക് എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അതുകൊണ്ടാ ചോദിച്ചേ. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയട്ടോ? എന്താ? അല്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെയൊന്നും സംസാരിക്കില്ല എന്നാ ഞാനും വിചാരിച്ചേ. എന്നിട്ട് എന്തൊരു ഡയലോഗ് അടിയായിരുന്നു. അതിനെയാ ഞാനും പറഞ്ഞേ. അവൻ എല്ലാവരോടും മിണ്ടുന്ന ടൈപ്പ് അല്ല. അത് നല്ലതാണേലും ചീത്തയാണേലും. ഹോ, അങ്ങനെയാണോ? അപ്പൊ ഞാൻ പോട്ടെ, കുറെ എഴുതാനുണ്ട്. ഓക്കെ. മാത്യു, താങ്ക്സ്. അവനെന്തിനാ വിളിച്ചേ? നിന്നെ കുറിച്ച് ചോദിക്കാൻ. എന്നെ കുറിച്ചോ? എന്ത്? നീ മെന്റൽ ആണോ? എന്ത്? ഇന്നലെ നീ ചൂടായില്ലേ? പക്ഷെ കോളേജിൽ നീ സൈലന്റ് ആണല്ലോ. ഇതിപ്പോ അറിഞ്ഞിട്ട് എന്തിനാണോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്ത് പറയണായിരുന്നു? ഞാനിങ്ങനെയൊക്കെയാ പറയണോ? കാരണം ചോദിച്ചാലോ? അപ്പൊ പറഞ്ഞില്ലേ പറയണായിരുന്നോ? പിന്നെ പറയണ്ടേ? എന്തിന്? എന്നാലല്ലേ അവൻ അറിയൂ. കാശി നിന്നെ കുറിച്ച് അറിയണമെന്ന് നിനക്കെന്തത്ര വാശി? നിനക്കിതൊന്നും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാ പറയാത്തെ. ഇനി നിന്നോട് ചോദിക്കാതെ പറഞ്ഞതിന് നിന്റെ വായിരിക്കുന്നത് കേൾക്കണ്ടല്ലോ കരുതി. പക്ഷെ പറഞ്ഞുകൂടായിരുന്നോ? എന്തിന്? അല്ലെങ്കിൽ അവൻ എനിക്ക് ശരിക്കും ഭ്രാന്ത വിചാരിച്ചാലോ? എന്നാ പറഞ്ഞു. പറഞ്ഞോ? നീ ഞാൻ പറഞ്ഞോ അറിയാൻ നമ്പർ ഇട്ടതാണോ? അല്ല. പറഞ്ഞപ്പോ അവനെന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്നതിന് ശേഷം നിനക്ക് എന്തൊക്കെയോ മാറ്റം ഉണ്ട് കേട്ടോ. നീ തന്നെയല്ലേ എന്നോട് എനർജറ്റിക് ആവാൻ പറഞ്ഞേ. എപ്പോഴും ഇല്ലല്ലോ. എനിക്ക് പറ്റണില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തൊന്നും പറയാത്തെ? നീ ചോദിച്ചോ? എന്ത്? മറ്റേ കംപ്ലൈന്റ്? അതവന്മാരെ ആലോചിക്കുവാണ്. നമ്മള് പിന്നാലെ പോയ അവന്മാർക്ക് ജാട കൂടും. നമുക്ക് അവന്മാരെ പേടിയാണെന്ന് എഴുതും. ശരിയാ, ഇതൊക്കെ അവന്മാരുടെ വെറും ഷോയാ. ഇനി എങ്ങാനും കൊടുത്താ അന്ന് അവന്റെ അവസാനം. ക്യാൻറ്റീനിലോട്ടല്ലേ? എനിക്ക് മ്യൂസിക് ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോട്ടെ. നീ ഏതിലെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടോ? ഞാനോ? ശരി, ഞാൻ എന്നാ പോയിട്ട് വരാം. ഹായ് കാശിയേട്ടാ. ഹായ്. Love in the air,
അന്ന് എന്തിനായിരുന്നു മാത്യുവിന്റെ അഡ്രസ് ചോദിച്ചേ? അതെനിക്കൊരു കാശി. ആ ജേഡൻ, ഇത് നമ്മുടെ സീനിയറാ. അറിയാം. എന്നോട് മാത്യു ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. എന്താ അത്? ഞാൻ പോയേക്കാം. എന്താ, ഈ കോളേജിലധികം സ്റ്റുഡൻസ് ഒന്നും പോവാത്ത ഏരിയ ഒന്നുമില്ലേ? Love in the air, love in the air, love in the air, love in the air. പറ. അത് അത് മാത്യു ഏത് ക്ലബിൽ ജോയിൻ ചെയ്യണം ചോദിച്ചു. ഞാനോ? അല്ല, ഞാൻ. എന്ന് എന്നോട് ചോദിക്കാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ മാത്യു എന്നോട് ഏത് ക്ലബിൽ ജോയിൻ ചെയ്യണം ചോദിച്ചു. ഓ അങ്ങനെ. ഞാനൊരു ക്ലബിലും ഇല്ല. ഓ, വേണമെങ്കിൽ ഇനി ഏതിലെങ്കിലും ചേരാം. ഏതിലും? മാത്യുവിന്റെ കൂടെ. ഈസ് ദാറ്റ് എ ഗുഡ് ഐഡിയ among others? Yeah. നീയാ മ്യൂസിക് ക്ലബിലാ? ആടാ, ഈ അമ്മേന്റെ ഒരു കാര്യം പറഞ്ഞ. പണ്ട് ഗിറ്റാർ പഠിക്കാൻ പോയിരുന്നു. എന്തൊക്കെയോ പറഞ്ഞു വന്നപ്പോ അതെടുത്തിട്ട് ഇപ്പൊ എന്നോട് പറയാം മ്യൂസിക് ക്ലബിൽ ചേരാൻ. എന്തൊരു കഷ്ടാ നോക്കണേ. എന്നാലളിയാ നീയും മ്യൂസിക്കും അലുവയും മത്തിക്കറിയും പോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബ്രോ, ട്രസ്റ്റ് മീ ബ്രോ. ഐ ട്രസ്റ്റ് യു ബ്രോ, ഐ ട്രസ്റ്റ് യു. ശേ, നീ ഞങ്ങളുടെ കൂടെ ഫുട്ബോളിൽ മതിയായിരുന്നു. അത് സെറ്റ് ആവില്ല, വേർക്കേണ്ടി വരും. ബെസ്റ്റ്. മ്യൂസിക്? യെസ്. കാശി നിന്നോട് പറഞ്ഞോ? അവനെന്തിനാ നിന്നോട് പറഞ്ഞേ? ഞാൻ കണ്ടപ്പോ ചുമ്മാ നമ്മുടെ കോളേജിൽ ഏതൊക്കെ ക്ലബ്ബ് ഉള്ളതെന്ന് ചോദിച്ചാ. അപ്പഴാ പുള്ളി പറഞ്ഞേ പുള്ളിക്ക് മ്യൂസിക് ക്ലബ്ബിൽ ചേരണമെന്ന്. ഈ 3rd ഇയറിലാണോ പുള്ളിക്ക് ബോധം വന്നേ? എന്തേലും സ്കോപ്പ് ഉണ്ടോ? ചുമ്മാ ജോയിൻ ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ പാടും. കാശിയോ? ബെസ്റ്റ്. ആദ്യം അവനോട് അത് ചോദിക്കും. നാളെ ചോദിക്കാം. നാളെയല്ല, ഇപ്പൊ തന്നെ. ഇപ്പൊ എങ്ങനെ ചോദിക്കാനാ? നിന്റെ നമ്പർ ഇല്ലേ? എന്റെ എങ്ങനെ? പറച്ചിലൊക്കെ കേട്ടാ തോന്നും രണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എന്നിട്ട് നമ്പർ ഇല്ല. നിന്റെ ഉണ്ടോ? എന്റെ എങ്ങനാ? ഓ, എന്നാ നാളെ ചോദിക്കാം. പൊളിയായിട്ടാ. ക്ലൈമാക്സ് ചുമ്മാ തീ. ഓക്കെ അത്രേ ഉള്ളൂ. അയ്യേ പോടാ. കാശിയേട്ടാ? മ്യൂസിക് ക്ലബ്ബ്. വേഗം വാ. എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം. ഇവനെന്താടേ പ്രാന്തോ? ആർക്കറിയാ. ഇവൻ പാട്ട് പാടും, ഞാൻ ഗിറ്റാർ വായിക്കും. സത്യമായിട്ടും നന്നായിട്ട് വായിക്കോ? പേടിക്കണ്ട, നിനക്ക് ഭീഷണിയാവില്ല. ശരി, ഫ്രൈഡേ എല്ലാ മെമ്പേഴ്സിനെയും മീറ്റിംഗ് വെച്ച് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ദാറ്റ്സ് അവർ റോൾ. സ്പീച്ച് പറയണോ? വേണ്ട, നിന്റെ പേരും ഡിപ്പാർട്ട്മെന്റും മാത്രം പറഞ്ഞാൽ മതി. ഞാനെന്നാ മിസ്സിനോട് പറഞ്ഞിട്ട് തരാം. ഓക്കെ. അമ്മ ഇപ്പോ എവിടെയുണ്ട്? വീട്ടില് ഒറ്റയ്ക്കാണോ? അല്ല, അമ്മ വേറെ കിട്ടി. നൈസ്. നമ്പർ 947689. വെയിറ്റ് ടൈപ്പട്ടെ. അപ്പൊ ഓക്കെ, ക്ലാസ്സിൽ പോവാം. ഓക്കെ. പിന്നെ നിങ്ങൾ പരസ്പരം നമ്പർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. വാട്ട്സ് റോങ്? ഓൾറെഡി കൊടുത്തു. ഓക്കെ, എന്നാ പോവാം. കിടന്നോ? നോ, യു നോട്ട് ഡെഡ്. എന്താക്ക? ജസ്റ്റ് ലൈ. മാത്യു കിടന്നു. ഒന്നുമില്ല. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇന്നാ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ. അതുകൊണ്ട് എന്തേലും ചെറിയ പെർഫോമൻസ് വേണ്ടി വരും. അയ്യോ, എല്ലാരും ഉണ്ടാവില്ലേ? നമ്മുടെ ക്ലബിലുള്ളവര് മാത്രം. അയ്യോ, ടെൻഷൻ ആവണ്ട. നീ ഏത് സോങ് ആണോ പാടുന്നേ അവൻ അതിന്റെ നോട്ട് പ്ലേ ചെയ്യട്ടെ. ഓക്കെ. ഇന്നാ മീറ്റിംഗ്. ടൈം 1:30. ഞാൻ വരാം. ഒരു സീനുണ്ട്. എന്താ? നമ്മൾ പെർഫോം ചെയ്യണം. വാട്ട്? മാത്യു പറഞ്ഞു ഞാൻ പാടുന്ന സോങ്ങിന് നീ ഗിറ്റാർ പ്ലേ ചെയ്യണം. ഓ ഓക്കെ. നീ ഏതാ പാടുന്നേ?
ഓക്കെ സീ യു ലേറ്റർ. അല്ല പ്രാക്ടീസ് ചെയ്യണ്ടേ? ഞാൻ ചെയ്യാൻ പോവാ. ഓ ഒന്നുമില്ല. ആരുഷോ? എന്നാ സെക്കൻഡ് ഗ്രൗണ്ടിലോട്ട് വാ. Love in the air, love in the air, love in the air. ഗായ്സ്, നമുക്ക് 2 പുതിയ മെമ്പേഴ്സ് കൂടെ ഉണ്ട്. കാശിയേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇത് ജേഡൻ, എന്റെ ക്ലാസ്മേറ്റ് ആണ്. സോ ഐ ആം വെൽക്കമിംഗ് ബോത്ത് ഓഫ് യു ടു അവർ ഫാം. പ്രിപ്പയർഡ് അല്ലേ? യെസ്, ഓൾ ദി ബെസ്റ്റ്. என் இதயத்தை வழியில் எங்கேயோ மறந்து தொலைத்து விட்டேன். உன் விழியினில் அதனை எப்போது கண்டுபிடித்து விட்டேன். இதுவரை எனக்கில்லை முகவரிகள், அதை நான் கண்டேன் உன் புன்னகையில் வாழ்கிறேன். பனியா முதல் மழையா என் மனதில் ஏதோ விழுகிறதே உயிர் நனைகிறதே. புரியாத உறவில் நின்றே அறியாத சுகங்கள் கண்டேன். மாற்றம் தந்தவள் நீதானே. മിസ്സൊക്കെ ഇംപ്രസ് ആയി. അടിപൊളിയായിരുന്നു. ഞാനിന്ന് ഈവനിങ് വീട്ടിൽ പോകുന്നുണ്ടോ? എപ്പോ വരും? സൺഡേ നൈറ്റ്. ഓ ഓക്കെ. ഓക്കെ. ഒന്നുമില്ല. നീ വരുന്നോ കൂടെ? ഞാനോ? നിന്റെ വീട്ടില് അച്ഛനമ്മൊക്കെ എന്റെ ഫ്രണ്ടാ പറയും. അവര് സ്ട്രിക്റ്റ് ആണോ? അല്ല. വരുന്നോ? അത് വാടോ. മാത്യുവിനോട് എന്ത് പറയും? അത് ഞാൻ സെറ്റാക്കാം. നീ ഈവനിങ് വീട്ടിൽ പോയി പാക്ക് ആക്കിക്കോ. ഞാൻ കൂട്ടാൻ വരാം. ഓക്കെ. Love in the air,